അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇബ്തിദായി ഉറുദു എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ 18ാമത്തെ പാഠമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. സബഖ് 18 18ാമത്തെ പാഠം മഷ്ഹൂർ താരീഖി ഇമാറത്തെ. ഓക്കെ, മഷ്ഹൂർ എന്നാൽ പ്രസിദ്ധമായ എന്നാണ് അർത്ഥം. താരീഖി പുരാതനമായ, പഴയ കാലത്തുള്ള എന്നാണ്. ഇമാറത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടം എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ഇമാറത്തെ, കെട്ടിടങ്ങൾ. അപ്പോൾ മഷ്ഹൂർ താരീഖി ഇമാറത്തെ, പ്രസിദ്ധമായ പുരാതന കെട്ടിടങ്ങൾ എന്നാകും അർത്ഥം. ഓക്കെ, നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്രയോ മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ ഉണ്ട് അല്ലേ. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ധാരാളം പുരാതനമായ കെട്ടിടങ്ങളുണ്ട്. താജ്മഹൽ, കുതുബ് മിനാറൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലുള്ള അത്തരത്തിലുള്ള കെട്ടിടങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. സൈർ കർന സभी को अच्छा लगता है, तुम भी अपने बड़ों के साथ आसपास की मशहूर जगहों को देखने के लिए जाते होगे. सच तो ये है कि हमारा मुल्क हिंदुस्तान बहुत खूबसूरत है. यहाँ के मौसम, बाग, त्यौहार, नई और पुरानी तर्ज की इमारतें बहुत मशहूर हैं. यही वजह है कि दूसरे मुल्कों से सैर के शौक़ी हमारे मुल्क में आते हैं. आइए हम आपको कुछ मशहूर तारीख़ी इमारतों के बारे में बताते हैं. ओके, ഒന്ന് നോക്കുക. സൈർ കർന എന്നാൽ യാത്ര ചെയ്യുക, യാത്ര ചെയ്യൽ എന്നൊക്കെയാണ് അർത്ഥം. അച്ഛാലഗ്ന എന്ന് പറഞ്ഞാൽ നന്നായി തോന്നുക, ആവേശമുള്ളതാവുക, രസമുണ്ടാവുക എന്നൊക്കെയാണ്. അപ്പോൾ സൈർ കർന യാത്ര ചെയ്യൽ എന്നുള്ളത് സഭീക്കോ എല്ലാവർക്കും, അച്ഛാലഗ്താഹെ നന്നായിട്ട് തോന്നുന്നു. നമുക്കെല്ലാം യാത്ര ചെയ്യാൻ ഇഷ്ടമാണല്ലോ. ഓക്കെ, തും ഭി അപ്നെ ബഡോं के साथ ആസ്പാസ് की मशहूर जगहों को देखने के लिए जाते होगे. ബഡ എന്ന് പറഞ്ഞാൽ മുതിർന്നവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ബഡോ, മുതിർന്നവർ. ഓക്കെ, അപ്പോൾ തുമ്പി നിങ്ങളും, അപ്നെ ബഡോ കെ സാത്ത് സ്വന്തം മുതിർന്നവരോടൊപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ഒപ്പം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നിങ്ങളും സ്വന്തം മുതിർന്നവരോട് കൂടെ ആസ്പാസ് കി ചുറ്റുപാടുമുള്ള മഷ്ഹൂർ ജഗോങ്കോ പ്രസിദ്ധമായ സ്ഥലങ്ങളെ ദേഖിനെ കേലിയെ നോക്കാൻ വേണ്ടിയിട്ട് ജാത്തെ ഹോകെ പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങളും സ്വന്തം മുതിർന്നവരോടൊപ്പം ചുറ്റുപാടുമുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും, പോകുന്നുണ്ടാകും എന്നൊക്കെയാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് സച്ച് തോ യേ ഹേ കെ ഹമാരാ മുൽക്ക് ഹിന്ദുസ്ഥാൻ ബഹുത് ഖൂബ്സൂറത്ത് ഹേ. ഓക്കെ, സച്ച് എന്നാൽ സത്യം എന്നാണ് അർത്ഥം. ഖൂബ്സൂറത്ത് മനോഹരമായ. ഓക്കെ, അപ്പോൾ സച്ച് തോ യേ ഹേ സത്യമെന്നാൽ ഇതാകുന്നു. യക്കെ എന്തെന്നാൽ ഹമാറാ മുൽക്ക് ഹിന്ദുസ്ഥാൻ നമ്മുടെ രാജ്യമായ ഹിന്ദുസ്ഥാൻ, ഇന്ത്യ, ബഹുത് ഖൂബ്സൂറത്ത് ഹേ വളരെയധികം മനോഹരമാകുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ സത്യമായിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ വളരെയധികം മനോഹരമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ? യഹാ കെ മൗസം, ബാഗ്, त्यौहार, नई और पुरानी तरज के इमारतें बहुत मशहूर हैं. ഓക്കെ, യഹാ കെ ഇവിടുത്തെ, മൗസം എന്നാൽ കാലാവസ്ഥ എന്നാണ് അർത്ഥം. ബാഗ് തോട്ടം, त्यौहार ആഘോഷം, നൈ എന്നാൽ പുതിയ എന്നാണ് അർത്ഥം. പുരാനി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് പുരാതനമായ എന്നാണ് പുരാനി എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഓക്കെ, തൊറസ് എന്നാൽ ശൈലി, രീതി എന്നൊക്കെയാണ് അതിൻ്റെയും അർത്ഥം. അപ്പോൾ യഹാങ്കെ ഇവിടുത്തെ, മൗസം കാലാവസ്ഥയും, ബാഗ് തോട്ടങ്ങളും, त्यौहार ആഘോഷങ്ങളും, നൈ ഓർ പുരാനി തൊറസ് കെ ഇമാറത്തെ പുതിയതും പുരാതനവുമായിട്ടുള്ള ശൈലിയിലുള്ള കെട്ടിടങ്ങളും, ബഹുത് മഷ്ഹൂർ ഹൈ വളരെയധികം പ്രസിദ്ധമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള കാലാവസ്ഥയും തോട്ടങ്ങളുമെല്ലാം പുറം ലോകത്തും അറിയപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. यही वजह है कि दूसरे मुल्कों से सैर के शौक़ी हमारे मुल्क में आते हैं. ഓക്കെ, യഹി വജ ഹേ ഇതാണ് കാരണം. വജ എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അർത്ഥം. യഹി വജ ഹേ ഇതാണ് കാരണം.
കെ എന്തിൻ്റെ എന്നാൽ ദൂസരെ മുൽക്കോസെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും സൈർ കെ ഷൗഖി ഓക്കെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഷൗഖി എന്ന് പറഞ്ഞാൽ തൽപരർ ആഗ്രഹിക്കുന്നവർ എന്നൊക്കെയാണ്. അപ്പോൾ സൈർ കെ ഷൗഖി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹമാരെ മുൽക്ക് മേ ആത്തെ ഹൈ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നുവെന്നർത്ഥം. ഓക്കെ യഹി വജഹ് ഇതാണ് കാരണം കെ എന്തിൻ്റെ എന്നാൽ ദൂസരെ മുൽക്കോൻസെ സൈർ കെ ഷൗഖി ഹമാരെ മുൽക്ക് മേ ആത്തെ ഹൈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിൻ്റെ കാരണം ഇതാണ് എന്നർത്ഥം. ഓക്കെ ഇനി പറയാണ് ആയിയെ ഹം ആപ്കോ കുച്ച് മഷ്ഹൂർ താരീഖി ഇമാരത്തോं के बारे में बताते हैं. ഓക്കെ ആയിയെ നിങ്ങൾ വരൂ ഹം ആപ്കോ നമ്മൾ നിങ്ങൾക്ക് കുച്ച് കുറച്ച് മഷ്ഹൂർ താരീഖി ഇമാരത്തോं के बारे में പ്രസിദ്ധമായ പുരാതന കെട്ടിടങ്ങളെക്കുറിച്ച് ബതാത്തെ ഹൈ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ വരൂ നമുക്ക് കുറച്ച് പുരാതനമായ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ ആദ്യമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് താജ്മഹലിനെ കുറിച്ചാണ്. ഓക്കെ ആദ്യമായിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഹിന്ദുസ്ഥാൻ കി സബ്സെ മഷ്ഹൂർ താരീഖ് ഇമാരത്ത് താജ്മഹൽ ഹെ. ഓക്കെ നമുക്കറിയാം 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് അല്ലേ, അതായത് ലോകത്തിലുള്ള 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലുള്ള താജ്മഹൽ. അതിനെക്കുറിച്ചാണ് ആദ്യം. ഹിന്ദുസ്ഥാൻ കി ഇന്ത്യയിലുള്ള സബ്സെ മഷ്ഹൂർ വളരെയധികം പ്രസിദ്ധമായ താരീഖി ഇമാരത്ത് പുരാതന കെട്ടിടം താജ്മഹൽ ഹെ അത് താജ്മഹലാകുന്നു. അപ്പോൾ താജ്മഹലാണ് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രശസ്തമായ പുരാതന കെട്ടിടം എന്നർത്ഥം. ये आग्रे में है ഈ കെട്ടിടം ആഗ്ര മേ ഹെ അത് ആഗ്ര എന്നുള്ള സ്ഥലത്താണ്. ആഗ്ര എന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് താജ്മഹലും നിലനിൽക്കുന്നത് എന്നർത്ഥം. उसे अब से तकरीबन 350 साल पहले मुग़ल बादशाह शाहजहां ने अपनी बेगम मुमताज़ महल की याद में बनवाया था. ओके उसे അതിനെ ഈ ഒരു കെട്ടിടത്തെ അബ്സെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്നാണ് അബ്സെ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഓക്കെ അബ്സെ ഇവിടം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് തഖരീബൻ ഏകദേശം 350 സാൽ പഹലെ ഓക്കെ 3.5 നൂറ്റാണ്ട് മുമ്പ്. ഓക്കെ സൗ എന്നാൽ 100, 3.5 എന്നാൽ 3.5 എന്നാണ് അർത്ഥം. സൗ എന്നാൽ 100, സാൽ എന്നാൽ വർഷം, പഹലെ എന്നാൽ മുമ്പ്. ഓക്കെ അപ്പോൾ ഉസെ ആ കെട്ടിടത്തെ അബ്സെ ഇവിടുന്ന് അങ്ങോട്ട് തഖരീബൻ ഏകദേശം 350 സാൽ പഹലെ 3.5 നൂറ്റാണ്ട് മുമ്പ് മുഗൾ രാജാവായിട്ടുള്ള ഷാജഹാൻ അപ്നി ബീഗം സ്വന്തം രാജ്ഞിയായിട്ടുള്ള മുംതാസ് മഹൽ കി യാദ് മേ മുംതാസ് മഹലിൻ്റെ ഓർമ്മയിൽ, യാദ് എന്നാൽ ഓർമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ ആ മുംതാസ് മഹലിൻ്റെ ഓർമ്മയിൽ ബൻവായാഥ നിർമ്മിച്ചതായിരുന്നുവെന്നർത്ഥം. ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഉസേ ഈ കെട്ടിടത്തെ അബ്സെ തഖരീബൻ 350 സാൽ പഹലെ ഇവിടെ നിന്നും ഏകദേശം 3.5 നൂറ്റാണ്ട് മുമ്പ് മുഗൾ ബാദുഷാ ഷാജഹാനെ അപ്നി ബീഗം മുംതാസ് മഹൽ കി യാദ് ബൻവായ ഥ. ഓക്കെ മുഗൾ രാജാവായിട്ടുന്ന ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയിൽ പണി കഴിപ്പിച്ചതാണ് എന്നർത്ഥം. ഓക്കെ आप ताजमहल जाएंगे तो देखेंगे कि एक ऊंचे चबूतरे पर बहुत बड़ा गुंबद है. ओके അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ചബൂത്തറ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന തറ എന്നാണ് അർത്ഥം. ഓക്കെ ഉയർന്നു നിൽക്കുന്ന തറക്കാണ്, ഫ്ലോറിനാണ് നമ്മൾ ചബൂത്തറ എന്ന് പറയാറുള്ളത്. ഗുംബത്ത് എന്ന് പറഞ്ഞാൽ ഗോപുരം, കെട്ടിടം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ അപ്പോൾ നമുക്കറിയാം താജ്മഹൽ എന്നുള്ളത് ഒരു ഉയർന്നു നിൽക്കുന്ന തറയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടമാണ്. ഓക്കെ ആ തറയുടെ 4 കോണിലുമായിട്ട് 4 മൂലയിലുമായിട്ട് എന്തും നമുക്ക് കാണാവുന്നതാണ്, ഓരോ മിനാരങ്ങളും കാണാവുന്നതാണ് അല്ലേ. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആപ്പ് താങ്കൾ താജ്മഹൽ ജായെങ്കെ തോ താജ്മഹലിലേക്ക് പോവുകയാണ് എങ്കിൽ ദേഖേങ്കെ കാണുന്നതാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ താജ്മഹലിലേക്ക് പോകുന്നതാണെങ്കിൽ കാണാവുന്നതാണ് എന്തെന്നാൽ ഏക്ക് ഊഞ്ചേ ചബൂത്രേമേ ഒരു ഉയർന്ന തറയുടെ മേൽ. ഓക്കെ ഊഞ്ച ഉയർന്ന,
ഓക്കെ, അതിനെ ഊഞ്ചേ എന്നാക്കിയത് ചബൂത്തറേ എന്നായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏക്ക് ഊഞ്ചേ ചബൂത്തറേ മേ, ഒരു ഉയർന്ന തറയിൽ, ബഹുത് ബടാ, ഒരു വളരെ വലിയ ഗുംബദ് ഹേ, ഗോപുരമാകുന്നു. അപ്പോൾ ഒരു ഉയർന്ന തറയിൽ നിൽക്കുന്ന വലിയ ഗോപുരമാണ് താജ്മഹൽ, അത് നിനക്ക് കാണാവുന്നതാണ് എന്നർത്ഥം. ചബൂത്തറ के चारों कोनों पर चार मीनार हैं. ഓക്കെ, കോന എന്ന് പറഞ്ഞാൽ മൂല എന്നാണ് അർത്ഥം, കോർണർ എന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ ജംആണ് കോണോ, മൂലകൾ. അപ്പോൾ ചബൂത്തറയ്ക്ക് ചാറോ കോനോം പർ, ആ ഉയർന്ന തറയുടെ 4 മൂലയിലും ചാർ മീനാർ ഹൈ, 4 മിനാരങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 മൂലയിൽ നമുക്കത് കാണാവുന്നതാണ്, ചിത്രത്തിൽ തന്നെ നമുക്കത് കാണാവുന്നതാണ് അല്ലേ. മീനാർ എന്ന് പറഞ്ഞാൽ മിനാരം എന്നാണ് അർത്ഥം. उस पूरी इमारत की तामीर में संगे मरमर का इस्तेमाल किया गया है. ഓക്കെ, ഉസ് പൂരി ഇമാറത്ത് की, ആ പൂർണ്ണമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ തഅമീർ മേ, നിർമ്മാണത്തിൽ. തഅമീർ എന്നാൽ നിർമ്മാണം എന്നാണ് അർത്ഥം. തഅമീർ മേ, നിർമ്മാണത്തിൽ. സംഗേ മർമർ ക, സംഗേ മർമർ എന്നാൽ മാർബിൾ എന്നാണ് അർത്ഥം. അപ്പോൾ സംഗേ മർമർ ക, മാർബിളിൻ്റെ ഇസ്തേമാൽ കിയാ ഗയാ ഹെ, ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നർത്ഥം. അതായത് ഈ ഇമാറത്ത്, ഈ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കൂടുതലായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സംഗേ മർമറാണ്, മാർബിളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചാന്ദിനി റാത്ത് മേ സംഗേ മർമർ സെ ബനി യ ഇമാറത്ത് ജഗ്മഗ ഉഡ്തി ഹെ. ഓക്കെ, നമുക്കറിയാം നിലാവുള്ള രാത്രി, നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞാൽ ഈ താജ്മഹലിൻ്റെ മേലൊക്കെ പ്രകാശം വീഴുന്ന രാത്രിയായിരിക്കുമല്ലോ. അത്തരമുള്ള രാത്രിയിൽ ഈ മാർബിളിന്മേ തട്ടിയിട്ട് ഇതിൽ നിന്നും പ്രകാശം വരുന്നത് വല്ലാത്ത ചന്തമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ചാന്ത് എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഓക്കെ, ചാന്ദിനി എന്ന് പറഞ്ഞാലോ നിലാവുള്ള. ഓക്കെ, ചന്ദ്രനിൽ വരുന്ന പ്രകാശമാണല്ലോ നിലാവ് എന്നുള്ളത്. അപ്പോൾ ചാന്ദിനി രാത് മേ, നിലാവുള്ള രാത്രിയിൽ, സംഗേ മർമർ സെ ബനി യ ഇമാറത്ത്. ഓക്കെ, അതായത് മാർബിളിൽ നിന്നും നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ജഗ്മഗ ഉഡ്തി ഹെ. ഓക്കെ, ജഗ്മഗ്ന എന്ന് പറഞ്ഞാൽ നന്നായി തിളങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, ജഗ്മഗ്ന, ജഗ്മഗാന എന്നൊക്കെ പറഞ്ഞാൽ നന്നായി തിളങ്ങുക എന്നാണ് അർത്ഥം. ഉഠ്ന എന്ന് ഇവിടെ പറഞ്ഞാൽ പ്രകടമാവുക എന്നാണ് അർത്ഥം. അപ്പോൾ ജഗ്മഗ ഉഡ്തി ഹെ എന്ന് പറഞ്ഞാലോ വളരെ മിന്നിത്തിളങ്ങുന്നതായിട്ട് പ്രകടമാകുന്നുവെന്നാകും. ഓക്കെ, അപ്പോൾ ചാന്ദിനി റാത്ത് മേ സംഗമർമർ സെ ബനി യെ ഇമാറത്ത് ജഗ്മഗ ഉഡ്തി ഹെ. ഓക്കെ, അതായത് നിലാവുള്ള രാത്രിയിൽ മാർബിളിനാൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം വളരെ നന്നായി തിളങ്ങി പ്രകടമാകുന്നുവെന്നർത്ഥം. ഓക്കെ, താജ്മഹൽ മേ പത്ഥറോം പർ की हुई നക്കാശി ബഹുത് ഖൂബ്സൂറത്ത് ഹേ. ഓക്കെ, നമുക്കറിയാം താജ്മഹലിലെ കല്ലുകളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ധാരാളം ചിത്രങ്ങൾ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. താജ്മഹലിൽ പത്തറോം പർ, പത്തർ എന്നാൽ കല്ല് എന്നാണ് അർത്ഥം, അതിൻ്റെ ജംആണ് പത്തറോം. ഓക്കെ, അപ്പോൾ പത്തറോം പർ, കല്ലുകളിൽ, കീ ഹുയി നക്കാശി, ചെയ്യപ്പെട്ടിട്ടുള്ള കൊത്തുപണി, ബഹുത് ഖൂബ്സൂറത്ത് ഹേ, വളരെയധികം മനോഹരമായിട്ടുള്ളതാണ്. നക്കാശി എന്നാൽ കൊത്തുപണി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ താജ്മഹലിലെ കല്ലുകളിൽ ചെയ്യപ്പെട്ടിട്ടുള്ള കൊത്തുപണി വളരെയധികം മനോഹരമായതാണ്. ജാലിയോं की बनावट भी देखने के लायक है. ഓക്കെ, ജാലി എന്ന് പറഞ്ഞാൽ ജനൽ അല്ലെങ്കിൽ ചെറിയ ദ്വാരത്തിനൊക്കെയാണ് ജാലി എന്ന് പറയാം. ഓക്കെ, നമുക്കിവിടെ ജനൽ എന്ന് വെക്കാം. അതിൻ്റെ ജംആണ് ജാലിയോ, ജനലുകൾ. ബിനാവട്ട് എന്നാലും നിർമ്മാണം എന്നാണ് അർത്ഥം. നമ്മൾ തഅമീർ എന്ന് പഠിച്ചിരുന്നുവല്ലോ. അപ്പോൾ ജാലിയോं की ബിനാവട്ട് ബി, ജനലുകളുടെ നിർമ്മാണവും, ദേഖ്നെ കെ ലായിക് ഹേ, കാണേണ്ടത് തന്നെയാണ് എന്നർത്ഥം. ലായിക് എന്ന് പറഞ്ഞാൽ യോജിച്ചത് എന്നാണ് അർത്ഥം. ദേഖ്നെ കെ ലായിക് എന്ന് പറഞ്ഞാലോ കാണാൻ യോജിച്ചതാണ് എന്നാകും അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണേണ്ടതാണ് എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ജാലിയോं की ബിനാവട്ട് ബി ദേഖ്നെ കെ ലായിക് ഹേ എന്ന് പറഞ്ഞാൽ ജനലുകളുടെ നിർമ്മാണവും കാണേണ്ടത് തന്നെയാണ്, വളരെയധികം മനോഹരമായിട്ടുള്ളതാണ് എന്നർത്ഥം. ഓക്കെ, ഇതോടുകൂടെ താജ്മഹലിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച കഴിയുന്നു. ഇനി അടുത്തത് കുതുബ് മിനാറിനെ കുറിച്ചാണ് പഠിക്കുവാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. കുതുബ് മിനാർ ദഹ്ലി കി മഷ്ഹൂർ താരീഖി ഇമാറത്ത് ഹേ. കുതുബ് മിനാർ എന്നുള്ളത് ദഹ്ലി എന്നാൽ ഡൽഹി എന്നാണ് അർത്ഥം.
ദഹ്ലീക്ക് ഡൽഹിയിലെ മഷ്ഹൂർ താരീഖ് ഇമാറത്ത് ഹെ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടമാകുന്നു, അല്ലെങ്കിൽ പ്രസിദ്ധമായ പുരാതന കെട്ടിടമാകുന്നു. उसे अब से तकरीबन 800 साल पहले कुतुबुद्दीन ऐबक ने बनवाना शुरू किया था. ഓക്കെ, ഉസേ ആ കെട്ടിടത്തെ അബ്സെ ഇവിടം മുതൽ തഖരീബൻ ഏകദേശം 800 സാൽ പഹലെ 800 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഭരണാധിപൻ നെ ബൻവാന അദ്ദേഹം ഉണ്ടാക്കുവാൻ, പണി കഴിപ്പിക്കാൻ ഷുറൂക്കിയാഥ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കുതുബ് മിനാറിനെ ഇവിടെ നിന്നും 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് പണി കഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അതിൻ്റെ ഒറ്റ നില മാത്രമേ, ഒറ്റ തട്ട് മാത്രമേ ഇദ്ദേഹത്തിന് പണി കഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ അടുത്തത് പറയുന്നത്. ഉസ്കി ഏക് മൻസിൽ ഹി തഅമീർ ഹോ സകി ഥി കെ ഖുതുബുദ്ദീൻ ഐബക്ക ഇന്തികാൽ ഹോ ഗയാ. ഓക്കെ, ഒന്ന് നോക്കുക. ഉസ്കി ഈ കെട്ടിടത്തിൻ്റെ ഏക് മൻസിൽ ഹി ഒരൊറ്റ നില, മൻസിൽ എന്നാൽ നില, തട്ട് എന്നൊക്കെയാണ് അർത്ഥം. ഏക് മൻസിൽ ഹി ഒരൊറ്റ നില തഅമീർ ഹോ സകി ഥി നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒറ്റ നില മാത്രമേ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കെ എന്തെന്നാൽ, അല്ലെങ്കിൽ അപ്പോഴേക്കും ഖുതുബുദ്ദീൻ ഐബക്ക ഇന്തികാൽ ഹോ ഗയ, ഖുതുബുദ്ദീൻ ഐബക്ക് മരണമടഞ്ഞുവെന്നർത്ഥം. ഇന്തികാൽ ഹോന എന്നാൽ മരിക്കുക, മരണമടയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ ആദ്യത്തെ നില കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ഖുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഭരണാധിപൻ മരണമടഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശേഷം വന്ന ഇൽതുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ആ ഖുതുബ് മിനാറിൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ബാദ് മേ ഇൽതുമിഷിനെ ഉസേ മുക്കമ്മൽ കറായ, ബാദ് മേ അതിനുശേഷം ഇൽതുമിഷ് എന്ന് പറയുന്ന ആള് ഉസേ ആ കെട്ടിടത്തെ മുക്കമ്മൽ കറായ പൂർത്തീകരിച്ചു. മുക്കമ്മൽ കറാന പൂർത്തീകരിക്കുക, അതിൻ്റെ മാളിയാണ് മുക്കമ്മൽ കറായ എന്ന് പറയുന്നത് പൂർത്തീകരിച്ചു എന്നർത്ഥം. അപ്പോൾ ഖുതുബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം ആ ഒറ്റ നിലയിൽ നിന്നിരുന്ന ആ കുതുബ് മിനാർ എന്ത് ചെയ്തു? പിന്നീട് ഇൽതുമിഷ് വന്നിട്ട് പൂർത്തീകരിച്ചു. 5 मंजिला उस मीनार की ऊंचाई 240 फीट है. ഓക്കെ, 5 മൻസില, മൻസിൽ എന്ന് പറഞ്ഞാൽ തട്ട്, നില എന്നൊക്കെയാണ് അർത്ഥം. 5 മൻസില എന്ന് പറഞ്ഞാലോ 5 നിലയുള്ള, 5 തട്ടുള്ള ഉസ് മീനാർക്കി ആ മിനാരത്തിൻ്റെ, ആ കെട്ടിടത്തിൻ്റെ ഊഞ്ചായി അതിൻ്റെ ഉയർച്ച 240 ഫീറ്റ് ഹെ 240 ഫീറ്റാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുതുബ് മിനാറിൻ്റെ ഉയരം എന്നുള്ളത് 240 അടിയാണ്, ഫീറ്റാണ്. मीनार की बाहरी दीवारों पर कुरान शरीफ की आयतें बहुत खूबसूरत हरूफ में खुदी हुई हैं. ഓക്കെ, മീനാർക്ക് ഈ മിനാരത്തിലെ ഈ കെട്ടിടത്തിൻ്റെ ബാഹരി ദീവാറോം പർ പുറത്തുള്ള ചുമരുകളിൽ, ബാഹരി എന്നാൽ പുറത്തുള്ള, ദീവാർ ചുമര്, അതിൻ്റെ ജംആണ് ദീവാറോ ചുമരുകൾ. അപ്പോൾ മീനാർക്ക് ബാഹരി ദീവാറോം പർ ഈ കെട്ടിടത്തിൻ്റെ പുറത്തുള്ള ചുമരുകളിൽ ഖുർആൻ ഷരീഫ് की ആയത്തെ, ഖുർആൻ ഷരീഫിലെ ആയത്തുകൾ ബഹുത് ഖൂബ്സൂറത്ത് ഹുറൂഫ് മേ വളരെയധികം മനോഹരമായ പദങ്ങളിൽ, അക്ഷരങ്ങളിൽ ഖുദി ഹുയി ഹൈ. ഓക്കെ, ഖുദിന എന്ന് പറഞ്ഞാൽ കൊത്തുക, കൊഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഖുദി ഹുയി ഹൈ എന്ന് പറഞ്ഞാൽ കൊത്തപ്പെട്ടിരിക്കുന്നു, അവിടെ കൊത്തുപണി ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നർത്ഥം. അപ്പോൾ ഈ കുതുബ് മിനാറിൻ്റെ പുറത്തുള്ള ചുമരുകളിലൊക്കെ നമുക്ക് ഖുർആൻ ഷരീഫിൻ്റെ, പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായിട്ടുള്ള ആയത്തുകൾ കൊത്തിവെക്കപ്പെട്ടതായിട്ട് കാണാവുന്നതാണ്. അതെല്ലാം മനോഹരമായിട്ടുള്ള ഹർഫുകളിലാണുള്ളത്. ഓക്കെ, दिल्ली की सैर के लिए आने वाले उस मीनार की ऊंचाई देखकर हैरान रह जाते हैं. ഓക്കെ, അതിന് 5 നിലകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 240 ഫീറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഉയർച്ചയിലാണ്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് വരുന്ന എല്ലാവരും അതിൻ്റെ ഉയരം കണ്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്? അമ്പരക്കാറുണ്ട് എന്നാണ് ഇനി പറയുന്നത്. ഹൈറാൻ എന്ന് പറഞ്ഞാൽ അമ്പരന്നവൻ എന്നാണ് അർത്ഥം.
അല്ലെങ്കിൽ അമ്പരന്നവർ. ഓക്കെ, മുഫ്രദിനും ജംഇനും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒന്ന് നോക്കുക. ദഹ്ലിക്ക് സൈർ കേലിയെ ആനേവാലെ, ഡൽഹിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർ. ഓക്കെ, ഡൽഹിയിൽ സൈർ കേലിയെ യാത്രക്ക് വേണ്ടിയിട്ട് ആനേവാലെ വരുന്നവർ ഉസ് മീനാർക്ക് ആ മിനാരത്തിൻ്റെ, അതായത് ഖുതുബ് മിനാറിൻ്റെ ഊഞ്ചായി ദേഖ്കർ അതിൻ്റെ ഉയരം കണ്ടിട്ട് ഹൈറാൻ രഹ്ജാത്തെ ഹൈ എന്താകുന്നു, വളരെയധികം അമ്പരന്നവർ ആകുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മൾ മഷ്ഹൂർ താരീഖ് ഇമാരത്തെ എന്നതിലുള്ള 2 കെട്ടിടങ്ങളെക്കുറിച്ച്, താജ്മഹലിനെ കുറിച്ചും കുതുബ് മിനാറിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അതോടുകൂടെ നമ്മൾ പുതിയ കുറച്ച് വാക്കുകൾ കൂടി പരിചയപ്പെട്ടു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ആദ്യമായിട്ട് താരീഖി പുരാതനമായ, ഇമാറത്ത് കെട്ടിടം, സൈർ കർന യാത്ര ചെയ്യുക, അച്ചാലകിന രസമുള്ളതാവുക, നന്നായി തോന്നുക, ആസ്പാസ് ചുറ്റുപാട്, സച്ച് സത്യം, മൗസം കാലാവസ്ഥ, തറസ് രീതി ശൈലി, ഷൗഖി ആഗ്രഹമുള്ളവൻ, തൽപരർ. ഓക്കെ, അടുത്തത് സാഡേത്തീൻ 3:30, ബീഗം രാജ്ഞി. ഓക്കെ, ചബൂത്ര ഉയർന്ന ഫ്ലോർ, ഉയർന്ന തറ എന്നാണ് അർത്ഥം. ഗുംബത് എന്നാൽ വളരെ വലിപ്പമുള്ള കെട്ടിടം എന്നാണ് അർത്ഥം. കോന മൂല, മീനാർ ഗോപുരം, മിനാരം, തമീർ ബിനാവട്ട് നിർമ്മാണം, സംഗേ മർമർ മാർബിൾ, ചാന്ദ് ചന്ദ്രൻ, ചാന്ദിനി നിലാവുള്ള, ജഗ്മഗാന നന്നായി തിളങ്ങുക, ഉഠ്ന പ്രകടമാവുക, നക്കാശി കൊത്തുപണി, ജാലി ചെറിയ ദ്വാരം, ജനൽ, ലായിക് യോജിച്ചത്, ദേഖ്നേക്കെ ലായിക് കാണേണ്ടത്, മൻസിൽ തട്ട് നില, മുക്കമ്മൽ കറാന പൂർത്തിയാക്കുക, ഊഞ്ചായി ഉയരം, ബാഹരി പുറത്തുള്ള, ദീവാർ ചുമര്, ഖുദ്ന കൊത്തുക കുഴിക്കുക, ഹൈറാൻ അമ്പരന്നവർ. ഓക്കെ, ഇതോടുകൂടെ നമ്മൾ ഈ പാഠഭാഗത്തിലെ അർത്ഥവും കൂടി ഒന്ന് വായിച്ചു നോക്കി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിനെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.